ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ വീണ്ടും വന്നു. കുറച്ച് ദിവസത്തേക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഒരു ലോങ് ഡ്രൈവ് കഴിഞ്ഞിട്ട് വന്നപ്പം പനി പിടിച്ചു. ഇപ്പോഴും നേരെ ക്യൂർ ആയിട്ടില്ല, എന്നാലും നല്ല ഭേദമുണ്ട് മുമ്പത്തെക്കാളും. അതുകൊണ്ട് നമ്മളിന്നൊരു സെക്കൻഡ് ടെമ്പിൾ വിസിറ്റിന് പോവുകയാണ്. അച്ഛനും അമ്മയും കൊണ്ട് ഫ്ലാസ്കൊക്കെ എടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബർ ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീറ്റിൽ കവർ ഇടണം, അല്ലെങ്കിൽ ടവൽ എന്തെങ്കിലുമൊക്കെ ഇടണമെന്ന്. അപ്പോൾ അവർക്കൊരു സന്തോഷ വാർത്ത, ഞാനൊരു സീറ്റ് കവർ വാങ്ങിച്ച് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത ട്രാൻസിഷനിൽ അച്ഛനെ അമ്മയും കാണാം. അപ്പോൾ നമ്മളിന്ന് വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ പോവാണ്. നമ്മളെ രണ്ടാമത്തെ ടെമ്പിൾ വിസിറ്റാണ്. അപ്പോൾ നമുക്ക് പോവാം. എൻ്റെ വീഡിയോഗ്രാഫർ ഇന്നും അമ്മയായിരിക്കും. 2 വീലർ ഓടിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് കാറൊക്കെ ഓടിക്കുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചേട്ടന്മാരൊക്കെ വണ്ടി ഓടിക്കാൻ നേരത്ത് 4 സൈഡിൽ കണ്ണ് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പാസഞ്ചർ പ്രിൻസസ് ആയിട്ടിരുന്ന് ആസ്വദിച്ച് പോകുമ്പോഴത്തേക്കും ഈ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവത്തില്ല. അത് ഓടിച്ച് തുടങ്ങിയാലേ മനസ്സിലാവും. അങ്ങനെ സേഫായിട്ട് നമ്മളെ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പിൻവാതിലിൽ കൂടെയാണ് നമ്മൾ ഉള്ളിലോട്ട് കയറിയത്. ചെന്നപ്പോൾ തന്നെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. മുന്നിൽ കൂടെ പോകാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് സ്റ്റെപ്സ് കയറാനുണ്ട്. അപ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പിന്നിൽ കൂടെ വന്നതാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് മറ്റൊരു എൻട്രൻസ് ആണ്. ഇവിടെ ഇരിക്കാനും ഒക്കെ പറ്റും. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ആൽമരമൊക്കെ കാണാൻ പറ്റും. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ജനാർദ്ദന സ്വാമി എന്ന രൂപത്തിലുള്ള ശ്രീ മഹാവിഷ്ണുവാണ്. ലക്ഷ്മി ദേവിയുടെയും ഭൂമി ദേവിയുടെയും സമേതനായിട്ടാണ് ഇവിടെ മഹാവിഷ്ണു കുടികൊള്ളുന്നത്. അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം നല്ല മഴയായി. പിന്നെ ആനക്കൊട്ടിലിൽ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇതാ നോക്കുമ്പോൾ ഒരു ആന അവിടെ നിൽക്കുന്നു. മഴ കുറയുന്ന കോളൊന്നുമില്ല. അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ദശാവതാരത്തിന്റെ ചിത്രങ്ങൾ ഇങ്ങനെ മുകളിൽ നിരത്തി വെച്ചേക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം മുന്നിലോട്ട് പോയി. എന്നിട്ട് അവിടെ നിന്ന് താഴെ ക്ഷേത്രക്കുളത്തിൻ്റെ അടുത്തോട്ടൊക്കെ പോകാനായിരുന്നു പ്ലാൻ. ഈ കാണുന്നതാണ് തീർത്ഥക്കുളം. ഇവിടെ മുമ്പ് കോയിൻ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വരുന്നവരും പോകുന്നവരും എല്ലാവരും കോയിൻ ഇടുമായിരുന്നു. ഇപ്പോൾ പക്ഷെ അത് നിരോധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കാരണം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഈ സ്റ്റെപ്പുകൾ അത്രയും കയറണം ഇനി തിരിച്ച്, അതാലോചിക്കുമ്പോഴാണ് ഒരു ടാസ്ക്. ഇടത് സൈഡിൽ അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് കാണുന്നത്. ഇടത് സൈഡിൽ ആ ഗോൾഡ് കളറിൽ കണ്ടത് ഹനുമാൻ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രക്കുളത്തിലേക്ക് വരുന്ന വെള്ളം തീർത്ഥക്കുളത്തിൽ നിന്നാണ് വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് ഒരു ഓവ് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പനിയായതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ അച്ഛനും അമ്മ ലോസ്റ്റായി ഗൈസ്. നമ്മൾ കണ്ടുപിടിക്കണം. കിട്ടി, ഒരാളെ കിട്ടി. ഈ പടി അത്രയും കയറി ഇറങ്ങി ഗൈസ്. മഴയായിട്ട് ജലദോഷമായിട്ട് ഞാൻ എൻ്റെ ലങ് കപ്പാസിറ്റിയെ അഭിനന്ദിക്കുന്നു. ലോസ്റ്റായിപ്പോയ അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട്. താഴെയുള്ള അയ്യപ്പ ക്ഷേത്രത്തിലും ഹനുമാൻ ക്ഷേത്രത്തിലും തൊഴാൻ വേണ്ടി വന്നതാണ് അമ്മ. നമ്മൾ ഇതുവഴി പോകാമെന്ന് വിചാരിച്ച്, ബിക്കോസ് മറ്റേ സൈഡ് ഒരുമിച്ച് അത്ര സ്റ്റെപ്പ് കയറണം. ഇതാകുമ്പോൾ കുറച്ച് ഗ്യാപ്പ് കിട്ടും സ്റ്റെപ്പ് കയറാൻ. അതുകൊണ്ട് ഇതിലേ പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് സമയത്ത് നടത്തത്തിന് ശേഷം ഞങ്ങൾ മുകളിലെത്തി. നല്ല ചരൽക്കല്ല് പോലെ വെള്ളം വന്ന് വീഴുന്നുണ്ടായിരുന്നു പുറത്തൊക്കെ. സാധാരണ അച്ഛനാണ് മുന്നിൽ നടക്കാറ്. ഇന്നൊരു വെറൈറ്റിക്ക് അമ്മ മുമ്പിലും നടന്നു, അച്ഛൻ എൻ്റെ കൂടെയും നടന്നു. നല്ല മഴയുണ്ട്. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തി. ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ചു അവർ കടയിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത്. എന്നിട്ട് അവിടെ മഴയൊക്കെ ആസ്വദിച്ച് ഇരിക്കുമായിരുന്നു. പനിക്ക് നല്ലതാണല്ലോ ചൂടുവെള്ളം. പിന്നെ ഞാനിവിടെ ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. എൻ്റെ കമൻറ്റിൽ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നമ്മുടെ മിററിൻ്റെ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ശ്രദ്ധിച്ച് നോക്കി. ശരിയാണ് കേട്ടോ. അത് നമ്മൾ നേരത്തെ 2 സൈഡിലോട്ട് സ്ലൈഡ് ചെയ്തില്ലേ, അതിന് വരെ മുകളിലോട്ടും താഴോട്ടും ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റും. ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ റൈറ്റ് മിററിൻ്റെ ഇതാണ് കൊടുത്തേക്കണേ, ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ സൈഡിലോട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൈഡ് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതേപോലെ മുകളിലോട്ടും താഴോട്ടും ആക്കിയാൽ മതി. ഞാൻ ഒന്ന് ഗ്ലാസ് താഴ്ത്തിയിട്ട് കാണിച്ചു തരാം. അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഗൈസ്, നമ്മൾ പെട്ട് ഗൈസ്. ഇവിടെ ഗേറ്റ് അളവിൽ ഇതൊന്നിങ്ങനെ കാണിക്കുന്നു.
പറ, നമ്മള് പെട്ടെന്ന് ഭാഗ്യത്തിന് ഇവിടെ സൈഡിൽ ഒതുക്കാൻ സ്ഥലം കിട്ടി. കഷ്ടമുണ്ട്. ഒരു മാമൻ കാർ ഓടിച്ചു പോണ, ഈ ബസ്സുകാർ കിടന്ന് ബാക്കിൽ കിടന്ന് ഹോൺ അടിച്ച് അങ്ങ് പേടിപ്പിക്കുവാണ്. കഷ്ടം. ആ മനുഷ്യൻ എന്ത് പാടുമായിട്ടാണ് ഓട്ടിക്കണമെന്ന് നോക്ക്. അവര് വേറെ എവിടെയെങ്കിലും പോണായിരിക്കും. നമുക്ക് വലത്തോട്ടാണ് പോവാനുള്ളത്. നമുക്ക് വേറെ വഴിയുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത ലെവൽ ക്രോസിൽ കൂടെ വന്നു. അവിടെ നിന്നിരുന്നെങ്കിൽ നമ്മൾ എന്നൊന്നും എത്തത്തില്ലായിരുന്നു. കാരണം അവിടെ ഒരു ഗുഡ് ട്രെയിൻ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സേഫായിട്ട് നമ്മൾ വീട്ടിലെത്തി. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലോട്ട് റിവേഴ്സ് എടുത്ത് കയറ്റി ഇടുക എന്നുള്ളതാണ്. ചെറിയൊരു കയറ്റം കൂടെ ഉണ്ട്, അതുകൊണ്ട് ഇച്ചിരി ടാസ്ക്കാണ്. അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ കയറ്റി ഇട്ടു ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.